യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നിവിടെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് കിട്ടിയ ഈ വലിയ അനുഗ്രഹത്തിനായി ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സൗമ്യ. ഞാൻ UK നിന്ന് വരുന്നു. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് 2022 അത് ഞാൻ ലൈറ്റ് ക്യാൻഡിലാണ് റിക്വസ്റ്റാണ് എടുത്തത്. ഞാൻ ബേസിക്കലി ഞാനൊരു നേഴ്സാണ്. അപ്പം ഒരു 10 ഇയേഴ്സിൻ്റെ കരിയർ ഗ്യാപ്പ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ജോലിക്ക് പോകാം, ട്രൈ ചെയ്യാം എന്ന് തോന്നി. അപ്പോൾ വിദേശത്തേക്ക് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ വിദേശം നോക്കുമ്പോൾ എങ്ങോട്ട് നോക്കണം എന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ നാട്ടിൽ ഈ ജർമ്മൻ കോഴ്സ് പഠിപ്പിക്കാൻ ഒരു മലങ്കര സഭയിൽ ഫ്രീ ആയിട്ട് ജർമ്മൻ കോഴ്സ് പഠിപ്പിക്കുന്നെന്ന് അറിഞ്ഞത്. 4 മാസം കൊണ്ട് പഠിപ്പിച്ച് അവർ നമ്മളെ കൊണ്ടുപോകും, ഒരു ചിലവും നമുക്കില്ല. അപ്പം ഞാനും എൻ്റെ കൂടെ എൻ്റെ കുറച്ച് കസിൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഓക്കെ പോകാമെന്ന് റെഡിയായി, ഞങ്ങൾ പോകാൻ തയ്യാറായി, പഠിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് പഠിത്തമൊക്കെ തുടങ്ങി. ഒരു കുഴപ്പമില്ല, A1 A2 എല്ലാം നല്ല രീതിയിൽ തന്നെ പോയി. നല്ല സ്കോറോടെ തന്നെ ജയിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ B1 പഠിത്തം തുടങ്ങി. കുറച്ചായപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിന് സുഖമില്ലാണ്ട് ഒരാഴ്ചയോളം എൻ്റെ കുഞ്ഞിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. എൻ്റെ 2ാമത്തെ മകനാണ്. അവൻ്റെ കൂടെ പോയി നിന്ന് വന്നപ്പോഴത്തേക്ക് അതൊരു ഗ്യാപ്പായി. അപ്പോഴത്തേക്ക് ഇത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അതുവരെ കുഴപ്പമില്ലാണ്ട് പോയിരുന്നത് പിന്നീട് എനിക്ക് പഠിക്കാൻ കുറച്ച് പാടായിട്ട് തോന്നി, സങ്കടം തോന്നി. ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യും? അതായത് നമ്മളൊരു ബാച്ചാണ് പഠിക്കുന്നത്. ഒരു 30 കുട്ടികളുണ്ട്. ഈ ബാച്ചിനൊപ്പം നമ്മൾ പോകണം. നമുക്ക് ഒരാൾക്കായിട്ട് ആരും വെയിറ്റ് ചെയ്യില്ല. എന്ത് ചെയ്യണം എന്നറിയില്ല. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ഞാൻ കർണാടകയിൽ നിന്നാണ് വരുന്നത്. അവിടെ CHO പോസ്റ്റിങ്, നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റാണ്, അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നു. അപ്പം ഞാനും അപ്ലൈ ചെയ്തു. അത് BSc നഴ്സിംഗുകാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പോസ്റ്റ് BSc ആണ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് സെലക്ഷൻ കിട്ടി, ഇൻ്റർവ്യൂ ജയിച്ചു, എല്ലാം ഓക്കെയാണ്. അപ്പോൾ സെലക്ഷൻ കിട്ടിയപ്പം 2ാമതൊരു ജോബും കൂടെ എൻ്റെ മുന്നിലേക്ക് വന്നു. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഫ്രണ്ട് UK-ലാണ്. അപ്പോൾ അവൾ വിളിച്ച് പറയാണ്, ഈ ഒരു സീനിയർ കെയറിൻ്റെ വിസ വന്നിട്ടുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ? നിൻ്റെ CV എനിക്കൊന്ന് അയക്ക്, ഞാൻ ഇത് നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ CV അയച്ചു കൊടുത്തു. എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചു. ഞാൻ CV അയച്ചു കൊടുത്തു. എല്ലാം പ്രോസസ്സിങ്ങിന് നമ്മൾ ഇൻ്റർവ്യൂ ആദ്യത്തെ ഇത് ചെയ്തു. ഇൻ്റർവ്യൂ സെലക്ഷനായി. 10 വർഷമായിട്ട് ജോലി ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് എനിക്ക് 3 ജോലിയാണ് ഒരുമിച്ച് കിട്ടുന്നത്. ഏത് സെലക്ട് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജർമ്മൻ കോഴ്സിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ക്ലാസ്മേറ്റാണ് എനിക്ക് കൃപാസനത്തിലെ പത്രം കൊണ്ടു തരുന്നത്. ഈ കൃപാസനത്തിനെ പറ്റി ഞാൻ 2019 കേട്ടിട്ടുണ്ടെങ്കിലും അത്രത്തോളം ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം ഇത് കേൾക്കുന്ന ഞാൻ ഈ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകാറില്ല. ഞാൻ ഓർത്തു, ഇതെന്താണ് ഞാൻ ഇതേവരെ കേൾക്കാത്ത പ്രസംഗങ്ങളിൽ നിന്ന് വ്യത്യാസമാണല്ലോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ദൈവമേ എന്ന് ഓർത്തിട്ട് ഞാനത് കേൾക്കാറില്ല. പക്ഷേ 2022 എൻ്റെ ഈ ക്ലാസ്മേറ്റ് എനിക്ക് പത്രം തന്ന കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് തോന്നി, ഇതിലൊരു പത്രം എടുത്ത് വായിക്കാമെന്ന്. അതിലെ പത്രം വായിച്ചതിൻ്റെ സാക്ഷ്യങ്ങൾ അതെന്നെ നല്ലപോലെ സ്വാധീനിച്ചു, ആ സാക്ഷ്യം. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഓർത്തു, അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ 3 ഇൻ്റർവ്യൂസ് എല്ലാം ഇത് ഈ ജോലി സാധ്യതകൾ നിൽക്കുവാണ്. എനിക്ക് എന്ത് സെലക്ട് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു. അതാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, മാതാവിനോട് എനിക്കൊരു വഴി കാണിച്ചു താ, പുറത്തേക്ക് പോകണം, ഏതെടുക്കണമെന്ന് എനിക്കറിയില്ല, നീ എനിക്കൊന്ന് വഴി കാണിച്ചു താ മാതാവ് എന്ന് പറഞ്ഞു മുന്നോട്ട് പോകുവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് B1 എക്സാം വരുന്നു.
B1 എക്സാം എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് മുന്നോട്ട് പോകണമെന്നില്ല B1, കാരണം എന്നെ മാനസികമായിട്ട് എനിക്ക് B1 കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ എക്സാം എഴുതണം, എനിക്ക് എഴുതാണ്ടിരിക്കാൻ കഴിയില്ല, എഴുതണം. ഞാൻ എഴുതി പഠിച്ചു. പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു സ്റ്റുഡൻറ്റ് പ്രാർത്ഥിക്കുന്നത്, മാതാവേ എന്നെ ഇതിന്ന് തോൽപ്പിക്കണമെന്ന്. എൻ്റെ 2 മോഡ്യൂൾ എന്നെ തോൽപ്പിക്കണം, 2 എന്നെ ജയിപ്പിക്കാവൂ മാതാവേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. വലുതായിട്ട് പ്രിപ്പറേഷനൊന്നും ചെയ്തില്ല, എങ്കിൽ തോക്കാത്ത രീതി ചെറിയ തോതിൽ ഞാൻ ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അമ്മയോട് പ്രാർത്ഥിച്ച പോലെ തന്നെ 2 എണ്ണം മാത്രം ഞാൻ ജയിച്ചു. 2 എണ്ണം വലിയ ഇതില്ലാതെ, മാർക്കുകൾക്ക് വലിയ വ്യത്യാസമില്ലാതെ ഞാൻ തോറ്റു. സന്തോഷമായി, എനിക്ക് ആരോടും പറഞ്ഞില്ല, സന്തോഷം തോന്നി. കാരണം എനിക്ക് പോകണ്ടല്ലോ, ജർമ്മനിയിലേക്ക് എനിക്ക് പോകണ്ട. അപ്പോൾ അത് അവിടെ കൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തു. മുന്നോട്ട് 2 എണ്ണം കിടക്കുന്ന എനിക്ക് CHO റിക്രൂട്ട്മെൻറ്റ് ഗവൺമെൻറ് ജോബാണ്, കളയണോ വേണ്ടയോ എന്നറിയില്ല. മുന്നിലൊരു UK പോകാനുമുണ്ട്. അപ്പോൾ UK വിസ പ്രോസസ്സിങ് തുടങ്ങി, ഇൻ്റർവ്യൂ ഒക്കെ കിട്ടിയതാണ്. അപ്പോൾ അതിന് IELTS സ്കോർ വേണം. ഞാൻ IELTS എഴുതിയിട്ടില്ല. IELTS 5 അല്ലെങ്കിൽ 6 മതി UKVA. പക്ഷെ ഞാൻ എഴുതിയിട്ടില്ല, എനിക്കത് എഴുതാനുള്ള സമയവും കുറവാണ്. എന്ത് ചെയ്യണമെന്നിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെ എന്നെ വിളിച്ച് പറയുന്നു, എടി നീ പോസ്റ്റ് PSC അല്ലേ, നാരിക്ക് ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യാം, നാരിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നാരിക്ക് ഓൺലൈനിൽ ത്രൂ വേണം നമുക്ക് ചെയ്യാനായിട്ട്. എനിക്ക് ഈ ഓൺലൈനിൻ്റെ അകത്ത് കൂടുതലൊന്നും ചെയ്യാൻ അറിയത്തില്ല. ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്യാം എന്നല്ലാതെ അതിൻ്റെ കുറേ പ്രോസസ്സിംഗ് ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് കാശും പോവും, നമുക്ക് ആ ആപ്ലിക്കേഷനും പോവും. അപ്പോൾ അതിനും ഒരാൾ സഹായമായിട്ട് വരുന്നു. അന്ന് ഒരു ദിവസം വിളിച്ചതുകൊണ്ട് മാത്രമാണ് ആ ആളെ കിട്ടുന്നതും. ദൈവദൂതനെ പോലെ ആ മനുഷ്യനെല്ലാം ചെയ്തു തരുന്നു, എല്ലാം മാതാവ് ഒരുക്കി തന്നു. പിറ്റേ ദിവസം ഞാൻ ഒരു ദിവസം ലേറ്റായി വിളിച്ചാലും ആ മനുഷ്യൻ UK കയറിയിരിക്കും അന്നത്തേക്ക്. പക്ഷേ എനിക്ക് അതിന് മുന്നേ തന്നെ എല്ലാം മാതാവ് ഒരുക്കി വരുവാണ്. എൻ്റെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിലും ആ തടസ്സങ്ങളും തട്ടി നീക്കുന്നുണ്ട് എനിക്ക് മാതാവ് പല വഴി കൂടെ. അപ്പം നാരിക്ക് ചെയ്തു. പിന്നീട് വിസ പ്രോസസ്സിംഗ് ആണ്. എന്നോടൊപ്പം UK പോകാൻ കേരളത്തിൽ നിന്ന് 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അവരും ഞാനും വിസയ്ക്ക് വെച്ചു. അവർ കേരളത്തിൽ വെച്ചു, ഞാൻ ബാംഗ്ലൂരിൽ വെച്ചു. അവരുടെ വിസ 1 ആഴ്ച കൊണ്ട് വന്നു. എൻ്റെ വിസ 1 ആഴ്ച കഴിഞ്ഞിട്ടും വരുന്നില്ല. പിന്നെയും തടസ്സമാണ് എനിക്ക്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഒരു തടസ്സവും കൂടാതെ നീ എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ പോകുന്നതിന് മുമ്പേ തീർത്ഥാടന ഉടമ്പടി ഞാൻ എടുത്തേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഒരു 2-3-4 ദിവസത്തിനുള്ളിൽ ഒരു ബുധനാഴ്ച എനിക്കെൻ്റെ വിസ വരുവാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്നു. 2022 സെപ്റ്റംബർ 6 ഞാൻ ഇവിടെ വന്നു തീർത്ഥാടന ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 14 ഞാൻ UK പോകുകയും ചെയ്തു. ആ തീർത്ഥാടന ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു, എനിക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് എനിക്ക് നേഴ്സാവണം. അപ്പം നേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്യണമെങ്കിൽ അവിടുത്തെ എക്സാംസുകൾ ക്ലിയർ ആവണം. പക്ഷേ എൻ്റെ മാതാവ്, എനിക്ക് ഈ OET ഒന്നും എഴുതാൻ എന്നെ കൊണ്ട് ഇനി വയ്യ, നീ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എനിക്ക് നീ നേഴ്സാക്കി തരണം. അപ്പം ഞാൻ കേട്ടിരുന്നു റെഫറൻസ് ത്രൂ നമുക്കവിടെ ആവും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ റെഫറൻസ് ത്രൂ എനിക്ക് ആക്കി തരണം എന്ന്. ഇതെല്ലാം കഴിഞ്ഞു. അവിടെ ചെന്ന് UK ചെന്നു. അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങി. CBT ഫ്രണ്ട്സൊപ്പം ഞങ്ങൾ CBT എഴുതാൻ തുടങ്ങി. CBT എഴുതി ഇതേപോലെ ഇവിടുത്തെ വിശുദ്ധ ഉപ്പും വിശുദ്ധ തൈലവും തൊട്ട് അത് സെൻറ്ററിൻ്റെ പുറത്തും അകത്തും എല്ലാം ഇട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എഴുതി CBT ജയിച്ചു. കാരണം CBT പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്കോറാണ്, എല്ലാം കിട്ടും. ഒരു വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, നല്ല മാർക്കാണ്. 100ൽ 90 എബോ 96 എബോ ആണ് എപ്പോഴും എൻ്റെ സ്കോറ്. പക്ഷേ എക്സാം സെൻറ്ററിൽ ചെന്നിരിക്കുമ്പോൾ ഇതെല്ലാം പുത്തനാണ്, ഇത് എവിടെ നിന്ന് വരുന്നു ഈ ക്വസ്റ്റ്യൻസ് എന്ന് പോലും മനസ്സിലാകുന്നില്ല. കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറി പ്രാർത്ഥിച്ച് എഴുതി എക്സാം പാസ്സായി. തിരിച്ച് അടുത്തത് ഓസ്കിയാണ്. ഓസ്കി പ്രിപ്പറേഷനും ഉണ്ട്, 10 സ്റ്റേഷനുകളുണ്ട്. നമുക്ക് പഠിക്കുമ്പോൾ എല്ലാം അറിയാം. എനിക്ക് പുസ്തകം തുറന്നു വെച്ചാൽ എനിക്ക് നല്ലപോലെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ആ പുസ്തകം മടക്കി വെച്ച് ഞാൻ സ്വയം ഒന്ന് പോയിൻ്റുകൾ നോക്കുമ്പം എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ മൊത്തത്തോടെ ബ്ലാങ്കാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എക്സാം സെൻറ്ററിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഞാൻ ഓരോന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിൻ്റുകൾ ഇരുന്ന് പറയുന്നുണ്ട്. തരക്കേടില്ലാണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇവിടെ ഞാൻ മൊത്തത്തിൽ ബ്ലാങ്കാണ്, എനിക്കൊന്നും കിട്ടുന്നില്ല.
ഇവരെല്ലാം പഠിക്കുമ്പോഴും ഞാൻ ഈ നോക്കി ഇങ്ങനെ ഇരുന്ന് എണ്ണുന്നുണ്ടല്ലാതെ എനിക്കൊന്നും കിട്ടുന്നില്ല. സെൻറ്ററിൻ്റെ മുന്നിൽ ചെന്നു, ഇതേപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ ഉപ്പെടുത്തു. സെൻറ്ററിനകത്തും പുറത്തും ആരും ചവിട്ടാത്തടുത്ത് നോക്കിയിട്ട് ഓരോ സ്റ്റേഷനും കഴിഞ്ഞിറങ്ങുമ്പം ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി 10 സ്റ്റേഷനുകളും കഴിഞ്ഞു. അത്ഭുതം എന്ന് പറയണം, ഞാൻ ആ 10 സ്റ്റേഷനും ജയിച്ചു. ഒരു ഇതും ഇല്ലാതെ എല്ലാം ജയിച്ചു. അപ്പോൾ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ എനിക്കറിയാം ഞാനിത് ജയിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. എന്നാൽ ഞാൻ ചെയ്തിട്ടുണ്ട് താനും. പക്ഷേ വിട്ടില്ല. കൊന്ത ചൊല്ലിയും വിശ്വാസ പ്രമാണം വിടാണ്ട് ചൊല്ലി എൻ്റെ 2 ദിവസത്തിനുള്ളിൽ എൻ്റെ റിസൾട്ട് വരുന്നു, നീ ജയിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് റിസൾട്ട് വരുന്നത് സന്തോഷമായി. അടുത്തത് റെഫറൻസാണ്. പക്ഷേ ഈ റെഫറൻസിന് നിൽക്കുമ്പം അതുവരെ റെഫറൻസ് തരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ അവിടെ കൈമലർത്തി തരുന്നില്ല. മുന്നോട്ട് പോകണം. ശരിയാന്നാൽ ഞാൻ OET അങ്ങോട്ട് പഠിക്കാമെന്നങ്ങ് വെച്ചു. OET പഠിക്കാൻ തുടങ്ങി. വലിയ കുഴപ്പമില്ല, നല്ല ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. ആഴ്ചയിൽ 4 ദിവസം നൈറ്റാണ്, 3 ദിവസം എനിക്ക് ഓഫുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഷിഫ്റ്റുകൾ കിട്ടിയെങ്കിൽ എടുക്കും. എങ്കിൽ പോലും നൈറ്റാണ് എപ്പോഴും. ഈ പകൽ മൊത്തം ഉറക്കമാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പം 3 മണിക്കൂറിനുള്ളിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. അത്രത്തോളം ഞാൻ എഫേർട്ട് എടുത്തു പഠിച്ചു. പക്ഷേ എക്സാം എടുക്കാറായപ്പോഴത്തേക്ക് എനിക്ക് എവിടെ നിന്നില്ലാണ്ട് ഒരു കണ്ണുവേദന വന്നു. ഈ കണ്ണ് തുറക്കാൻ പോലും പറ്റില്ല. എൻ്റെ കണ്ണ് മൊത്തത്തിൽ നീര് വെച്ച് ഇങ്ങനെ മുന്നേ കാണത്തില്ല. എൻ്റെ മുന്നിൽ നിന്ന് എനിക്കൊരു ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഞാൻ എൻ്റെ കണ്ണ് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കണ്ണ് തുറന്നു നോക്കി ആ ഡിസ്റ്റൻസ് മനസ്സിലാക്കിയിട്ട് കണ്ണടച്ച് ഞാൻ നടന്നു പോകുമായിരുന്നു. അങ്ങനെ 2 ആഴ്ച കണ്ണ് തുറക്കാണ്ട് ഞാൻ അവിടെ കിടപ്പ്. ഡ്യൂട്ടിക്ക് പോകാനില്ല, എവിടെയും പറ്റുന്നില്ല. ഈ 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ OET എക്സാമാണ്. അപ്പം ഞാൻ OET എക്സാം 2ഉം കൽപ്പിച്ചും പോയി. മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ OET എക്സാം പോയി എഴുതി. ഈ പറഞ്ഞ പോലെ അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് ലീവ് വരുവാണ് 2024. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഞാൻ കൃപാസനത്തിൽ വന്നിട്ടേ എൻ്റെ റിസൾട്ട് ഞാൻ നോക്കുകയുള്ളൂ. നീ എന്ത് തരുന്നതോ അത് ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞ് ഞാൻ വന്നു. അപ്പോഴും എൻ്റെ പ്രതീക്ഷ ഞാൻ ഉടമ്പടിയിലാണ്, അമ്മ മാതാവ് എനിക്ക് തരും, ഇതാണ് എൻ്റെ പ്രതീക്ഷ. ഞാനിവിടെ വന്നു, എൻ്റെ ഉടമ്പടി പുതുക്കി. ഞാൻ അവിടെ മേളിൽ 2ാമത്തെ നിലയിലിരുന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ചുറ്റും നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധമാണ്. ഞാൻ ചുറ്റോടും നോക്കി, ആരുടെയെങ്കിലും തലയിലുണ്ടോ, മുല്ലപ്പൂ ഉണ്ടോ നോക്കി, എവിടെയും കാണുന്നില്ല. പക്ഷെ നല്ല സുഗന്ധമാണ് എനിക്ക്. ഞാൻ ഉറപ്പിച്ചു ഞാൻ ജയിച്ചു. ഞാൻ നോക്കി എൻ്റെ ഇമെയിൽ എടുത്ത് ചെക്ക് ചെയ്യുമ്പം ഞാൻ 2 മോഡ്യൂള് ജയിച്ചു. ബാക്കി 2 മോഡ്യൂള് 1 മാർക്കിനും 4 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ പോയി. വളരെ സങ്കടം തോന്നി. എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ പറ്റിയത്? ഞാൻ അത്രത്തോളം എടുത്തതാണല്ലോ എഫേർട്ട്. ഞാനിവിടെ ഉടമ്പടിയിലല്ലേ, പിന്നെ എന്താണ് ഇങ്ങനെയെന്ന് ഓർത്തു സങ്കടപ്പെട്ടു. പക്ഷെ അതിൻ്റെ ഉത്തരം എനിക്ക് പിന്നാലെ തന്നെ കിട്ടി. ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ എനിക്ക് OET എഴുതണ്ട, നീ എനിക്ക് റെഫറൻസിലൂടെ തന്നാൽ മതി എന്ന്. എന്നിട്ടാണ് ഞാൻ ഈ OET എഴുതിയത്. അപ്പോൾ പിന്നെ അമ്മ എനിക്ക് തരുമോ? അമ്മ എനിക്ക് റെഫറൻസിൽ കൂടെ തരാനിരിക്കുന്നത് എങ്ങനെ OET കൂടെ തരും? അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ റെഫറൻസിന് വേണം, തിരിച്ച് UK പോയി റെഫറൻസ് വേണം. റെഫറൻസിന് അവർ തരാനൊരു പ്ലാനും കാണുന്നില്ല. ഓഫീസിൻ്റെ ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ വേറൊരു ഫ്രണ്ടും ഉണ്ട് കിട്ടാത്തത് റെഫറൻസ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറയുന്നുണ്ട്, നീ ഇടണ്ട, എന്തിനാണ് നമ്മൾ ഇടുന്നത്? അവർ തരില്ലെന്ന് പറയുന്നിടത്ത് നീ എന്തിനാണ് ഇടുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് പ്രാർത്ഥനയിൽ മാതാവ് കാണിക്കുന്നുണ്ട് നിനക്ക് റെഫറൻസ് കിട്ടുമെന്ന്. അപ്പോൾ അത് ഞാൻ ഇടും. ഇട്ട് പ്രാർത്ഥിച്ചു. അവർ വിളിച്ചു, റെഫറൻസ് തരാമെന്ന് സമ്മതിച്ചു. റെഫറൻസ് കിട്ടി. പിന്നീട് പിൻ നമ്പറിന് അപ്ലൈ ചെയ്യലായിരുന്നു. അതും കുറച്ച് വൈകാതെ തന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ പിൻ നമ്പറും വന്നു. ഇന്നെനിക്ക് അവിടെ RN പിൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. വൈകാതെ തന്നെ മാതാവ് എനിക്ക് അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ കയറാൻ പറ്റും. അതെനിക്ക് അമ്മ തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങൾക്കും എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും എപ്പോഴും. ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ടേ എനിക്കെല്ലാം കിട്ടത്തുള്ളൂ. പക്ഷെ സങ്കടങ്ങളുണ്ടാവും. ആ ഒപ്പം തന്നെ അമ്മ എന്നെ കരുതുന്നുണ്ടാവും അതിൽ നിന്ന് കരകയറാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് പറയാനുള്ളത് എൻ്റെ രോഗസൗഖ്യമാണ്. എനിക്കൊരു ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു, ഒപ്പം ഒരു നീ ജോയിൻ്റ് പെയിന്. ഈ ഷോൾഡർ പെയിന് എൻ്റെ 2ാമത്തെ മകൻ്റെ ഡെലിവറിക്ക് ശേഷം തുടങ്ങിയതാണ്. അതിന് മുന്നേ ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ 2ാമത്തെ ഈ ഡെലിവറി കഴിഞ്ഞ് ഞാൻ കുഞ്ഞിന് 3.5 വയസ്സ് കഴിഞ്ഞിട്ടാണ് UK പോകുന്നത്.
പക്ഷേ ഈ വേദന വല്ലാത്തൊരു വേദനയാണ്. കൈ പൊങ്ങുമില്ല, കൈ പുറകോട്ട് വലിക്കാനും ഭയങ്കര പാടാണ്. എനിക്കൊന്ന് മാക്സിമം ആൾക്കാർക്ക് ഇത് ഉള്ളതാണ്. പക്ഷേ ഈ വേദന കാരണം അവിടെ ചെന്ന് ഡ്യൂട്ടി ചെയ്യാൻ കഴിയുന്നില്ല. പോരാത്തന്നെ അവിടുത്തെ തണുപ്പും നമുക്ക് വല്ലാത്ത വേദനയാണ്. എന്ത് ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. നമുക്കാകെ ഉള്ള ആയുധമാണ് കൃപാസനത്തിലെ ഉപ്പും ഇവിടുത്തെ വിശുദ്ധ തൈലവും. ഞാൻ ഇത് തന്നെ പ്രയോഗിച്ചത്. വിശുദ്ധ തൈലം പ്രാർത്ഥിച്ച് തൊട്ട് നല്ലപോലെ പ്രാർത്ഥിച്ച് എനിക്ക് ആ വേദന മാറി. ഇന്ന് എനിക്ക് ആ വേദന ഇല്ല. എൻ്റെ കൈ പൊങ്ങും നല്ലപോലെ, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഒപ്പം എനിക്ക് നീ ജോയിൻ്റ് പെയിന് അത് പക്ഷേ അവിടെ ചെന്നതിന് ശേഷം തുടങ്ങിയതാണ്. ഇരുന്നിട്ട് പൊങ്ങാൻ വയ്യ. ടോയ്ലറ്റിൽ ചെന്നിട്ടോ അവിടെ നിന്ന് പൊങ്ങാൻ കഴിയുന്നില്ല. പക്ഷെ വേദനയാണെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യ. ഇതേപോലെ തന്നെ വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ആ വേദനകൾ മാറി. അത് അമ്മ മാതാവ് എനിക്ക് മാറ്റി തന്നതാണ്. പിന്നീട് ഇതേവരെ എനിക്ക് ആ വേദനകൾ വന്നിട്ടില്ല. എൻ്റെ കാരുണ്യ പ്രവൃത്തികളായിട്ട് എനിക്കിവിടെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഇവിടെ അഖണ്ഡ ജപമാല റാലി കൂടണമെന്ന്. 2024 വന്നപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് അഖണ്ഡ ജപമാല റാലി കൂടി. അത് കഴിഞ്ഞിട്ട് പിറ്റേ വർഷം 2025 UK ഞങ്ങൾ 5 ഫ്രണ്ട്സ് അഖണ്ഡ ജപമാല റാലി നടത്തി. ഇവിടത്തെ ഇതേ സമയത്ത് ഞങ്ങൾ അവിടെ നടന്നു. വെളുപ്പാങ്കാലത്ത് ഞങ്ങൾ 5 മണിക്ക് എണീറ്റ് അവിടെ 10-10:30 ഞങ്ങൾ നടന്ന് അഖണ്ഡ ജപമാല ചൊല്ലി ഞങ്ങളവിടെ റാലി നടത്തി. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സുമായിട്ട് അഖണ്ഡ ജപമാല ചൊല്ലാറുണ്ട്. ഞങ്ങളുടെ വീടുകളിലായിട്ട് മാറി മാറിയാണ് ചൊല്ലുന്നത്. പറ്റുമ്പോഴൊക്കെ ചൊല്ലും. ചില മാസങ്ങളിൽ മാതാവിൻ്റെ മാസങ്ങളിലൊക്കെ ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും ചൊല്ലും. പലരുടെയും നമുക്ക് പല ഷിഫ്റ്റാണ്. നമുക്ക് നമ്മുടെ ഡ്യൂട്ടികൾ ഒത്തു വരണം, ഓഫ് ഒത്തു വന്നിട്ടാണ് നമ്മൾ വന്ന് ചൊല്ലുന്നത്. അങ്ങനെ അത് ചെയ്യാറുണ്ട്. ഒപ്പം അവിടെ മലയാളി നമ്മുടെ പള്ളി മലയാളി സമൂഹം ഞങ്ങൾ കുടുംബ പ്രാർത്ഥന വെക്കാറുണ്ട്. അതിന് ഞാൻ പോകാറുമുണ്ട്. പിന്നെ വീട്ടിൽ 6:30 എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ തിരികെത്തിച്ച് എൻ്റെ മക്കളെ ഇരുത്തി കുരിശ് വരെ തുടങ്ങിയിരിക്കും. എൻ്റെ ഡ്യൂട്ടി 7:30 ആകുമ്പോൾ കഴിയുമ്പോൾ ഞാൻ പോകണം. പക്ഷേ 7:30-ക്ക് മുന്നേ ഞാൻ എൻ്റെ മക്കളൊക്കെ ഒപ്പം കുരിശ് വരച്ച് ഇവിടുത്തെ സായാഹ്ന പ്രാർത്ഥന തിരികെത്തിച്ച് ചൊല്ലി മക്കൾക്ക് എണ്ണ തൂത്ത് എല്ലാം ചെയ്തിട്ട് മാത്രമേ ഞാൻ പോകാറുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് കൂടെയുള്ളപ്പം പുള്ളി ഉണ്ടാവും ഒപ്പം. അതല്ല പുള്ളി ഡ്യൂട്ടിയിലാണെങ്കിൽ പുള്ളി അന്ന് കുരിശ് വരയ്ക്കാനുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ വീട്ടിലെ കുരിശുവരകൾ മുടക്കാറില്ല. മാക്സിമം ഞാൻ ചെയ്യും. അതേപോലെ തന്നെ ഞായറാഴ്ച കുർബാന ഞങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷ് മാസമാണ്. പക്ഷേ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയുണ്ട് കുർബാന. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഞായറാഴ്ച പോകാൻ പറ്റാത്തവർക്ക് എവറി സാറ്റർഡേ 6 o'clock അവർ ഈ സൺഡേ മാസ് ചെയ്യും. അപ്പം ഞാൻ സൺഡേ മാസമാണ് അവിടെ സാറ്റർഡേ ആണ് കൂടുന്നത്. അതേപോലെ തന്നെ ഓഫുള്ള എല്ലാ ദിവസങ്ങളിലും അവിടെ പോയി മാസ് കൂടാറുണ്ട്. പിന്നെ നമുക്ക് ഈ കുരിശിൻ്റെ വഴി വരുമ്പം അത് നമ്മൾ മലയാളികൾ കുരിശ് വഴി അവിടെ നടത്തും പള്ളിയിൽ. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്നെയും കൊണ്ട് സംബന്ധിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ പോയി സംബന്ധിക്കാറുണ്ട്. അതിൻ്റേതായ അനുഗ്രഹങ്ങൾ. ഞാനിതെല്ലാം പറയുമ്പോൾ UK എത്തി നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല, അല്ല സങ്കടങ്ങളൊന്നുമില്ല എന്ന് ചിന്തിക്കരുത്. ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് സങ്കടങ്ങളും വരും. പക്ഷേ നമുക്കൊപ്പം മാതാവ് കൂടെയുണ്ട്. മാതാവിൻ്റെ ഒരു ശക്തി നമ്മോടൊപ്പം എന്തിനൊരു സപ്പോർട്ടായിട്ട് ആ വരുന്ന പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് മുന്നേറാനായിട്ട് നമ്മുടെ ഒപ്പം ഒരു കരം എപ്പോഴും ഉണ്ട്. അത് ഞാൻ എപ്പോഴും ഫീൽ ചെയ്യാറുമുണ്ട്. ഇതേപോലെ തന്നെ ഒരുപാട് സങ്കടത്തിൽ നിന്ന ഒരു സമയത്താണ് ഞാനിതേപോലെ ശനിയാഴ്ച കുർബാനയ്ക്ക് പോയപ്പം നമുക്കവിടെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വീഞ്ഞ് നമുക്ക് കാസായിലാണ് തരുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ കാസായിൽ വളരെ സങ്കടപ്പെട്ട് മാനസികമായിട്ട് വല്ലാണ്ട് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ വന്ന് കാസായിൽ വീഞ്ഞ് ഓരോ സിപ്പ് എടുക്കും. അപ്പോൾ അങ്ങനെ അന്ന് സിപ്പ് എടുത്തപ്പോൾ ഞാൻ തിരുരക്തം എടുത്തപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഈശോയുടെ രൂപം കണ്ടു. ഈശോയുടെ മുഖം ഞാൻ അതിൽ കണ്ടു. ആദ്യം ഞാൻ ഞെട്ടി. ഞാൻ ഓർത്ത് എനിക്ക് തോന്നിയതായിരിക്കാം. ഞാൻ പെട്ടെന്ന് ഈ കാസ ഇങ്ങനെ എടുത്തു നോക്കി. ഇതിൻ്റെ അകത്ത് വല്ല ഈ പ്രതിബിംബം കാണുന്ന വല്ല ചിത്രങ്ങൾ വല്ല ഉണ്ടോ എന്ന് നോക്കി. പക്ഷെ ഒന്നുമില്ല. കാസയുടെ പുറത്ത് മാലാഖമാരുടെ ചിത്രങ്ങളും ഇങ്ങനെ ഉണ്ട്. അതല്ലാതെ വേറൊന്നും ഞാൻ കണ്ടില്ല. ഇത് പിന്നീട് 1-2 പ്രാവശ്യം എനിക്ക് ഇതേ അനുഭവം കിട്ടി. അതെനിക്ക്
ഈശോയുടെ മാതാവും തന്നൊരു വലിയ അനുഗ്രഹമാണ്. ഇതെല്ലാം സാധിക്കുന്നത് നമ്മൾ ഈ കൃപാസനത്തിൽ വന്ന് നമ്മൾ ഇവിടുത്തെ ഉടമ്പടി കൊണ്ട് നടക്കുന്ന ആ പ്രാർത്ഥനയുടെയും എല്ലാത്തിൻ്റെയും അനുഗ്രഹമാണ്. ഞാൻ പണ്ടേ മാതാവിൻ്റെ ഒരു ഭക്തിയാണ്. കുഞ്ഞിലെ തൊട്ടേ ഞാൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുന്നതുമാണ്. പക്ഷേ ഇവിടെ വന്നതോടെ അത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് അടുക്കാനും അത് ആ രീതികൾ നല്ലപോലെ കണ്ടിന്യൂ ചെയ്യാനും എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹമാണ്. ഇതാണ് എൻ്റെ സാക്ഷ്യം. എനിക്ക് ഈ സാക്ഷ്യം ഇവിടെ പറയാൻ ദൈവം മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹത്തിനോർത്ത് നന്ദി പറയുന്നു. ഒപ്പം വൈകിയതിന് അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. ഇതിൽ കൂടുതൽ എനിക്ക് വേറെയും സാക്ഷ്യങ്ങളുണ്ട്. അപ്പം അത് പൂർത്തിയാവുന്ന ദിവസം ഞാൻ ഇവിടെ വന്ന് അടുത്ത വരവിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. 52-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന സൗമ്യയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ വലിയ അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. 10 വർഷക്കാലം നഴ്സിംഗ് ഗ്യാപ്പ് ഉണ്ടായിരുന്ന മകൾക്ക് ജർമ്മനിയിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിച്ച് പ്രോസസ്സിംഗ് തുടങ്ങിയ മകൾക്ക് ഈശോ തന്നെ UK-യിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഒരു സാക്ഷ്യമാണിത്. നാം എത്ര തന്നെ ആഗ്രഹിച്ചാലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വലിയ സമ്മാനങ്ങളും വലിയ ഓഫറുകളും ഈ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പ്രത്യേകതകളാണ്. നാം ആഗ്രഹിക്കുന്നതിലപ്പുറം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ നമുക്കായി മാധ്യസ്ഥം ഉപേക്ഷിക്കുമ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ് അവിടുന്ന് നമുക്ക് നൽകുന്നത്, എത്ര വലിയ കൃപയാണ് അവിടുന്ന് നമുക്ക് നൽകുന്നതെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കൃപാസനം പത്രം എന്നുള്ളത് നമ്മുടെ മറ്റു നേർച്ച വസ്തുക്കളോടൊപ്പം തന്നെ തുല്യത പാലിക്കുന്ന ഒരു നേർച്ച വസ്തു കൂടിയാണ്. ആ പത്രം നാം കയ്യിലെടുത്താലും വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മുറിയിൽ എവിടെയെങ്കിലും ഉണ്ടായാൽ അതുതന്നെ നമുക്കൊരു വലിയ പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണ്. ഒരു പത്രം ഒരു വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ, അത് വായിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനത്തോടൊപ്പം ചേർത്ത് നമുക്കത് അംഗീകരിക്കുവാനും അത് അനുഭവിക്കുവാനും അതിലൂടെ നമുക്കൊരുപാട് സൗഖ്യങ്ങളും ഈശോയുടെ സാമീപ്യവും നമുക്ക് ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മകളുടെ പോസ്റ്റ് PSC കഴിഞ്ഞതിന് ശേഷം CBT എക്സാം, അതുപോലെ തന്നെ ഓസ്കി, ഈ സ്റ്റേഷനുകളെല്ലാം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എത്രമാത്രം സഹനങ്ങളുണ്ടെങ്കിലും ദൈവം കൈപിടിച്ച് തൻ്റെ സാമീപ്യവും തൻ്റെ അനുഗ്രഹവും ചൊരിഞ്ഞ് ഇന്ന് UK-യിൽ രജിസ്റ്റേർഡ് നേഴ്സാകാനുള്ള വലിയ അനുഗ്രഹമാണ് ഈ മകൾക്ക് ലഭിച്ചത്. ഉടമ്പടിയിലൂടെ മകൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈശോയുടെ തിരുരക്തം സ്വീകരിക്കുമ്പോൾ ഈശോയുടെ തിരുമുഖം അതിൽ ദർശിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈശോയുടെ തിരുമുഖം കാണാൻ സാധിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നാണ് നാം വചനത്തിൽ വായിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഈശോയുടെ തിരുമുഖം കാണുവാൻ സാധിക്കുന്ന ആ ഒരു വലിയ സൗഭാഗ്യത്തേക്കാൾ മറ്റൊന്ന് നമുക്ക് ജീവിതത്തിൽ ലഭിക്കാനില്ല. അത് ഉടമ്പടിയിലൂടെ കൃത്യമായി ഈശോയെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈശോയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു വലിയ സൗഭാഗ്യമായി ഇന്ന് സൗമ്യ ഈ അൾത്താരയിൽ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷമുണ്ടായ ആ ഷോൾഡർ പെയിൻ വളരെ പെട്ടെന്ന് തന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അത് അപ്രത്യക്ഷമായി സൗഖ്യപ്പെട്ടുവെന്നും അഖണ്ഡ ജപമാല കൃത്യമായി അവർക്ക് ആ നാട്ടിൽ എത്ര തന്നെ തണുപ്പുണ്ടായാലും എത്ര തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളുണ്ടായാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു ഗ്രൂപ്പ് എപ്പോഴും അവിടെ ഫോം ചെയ്യുന്നതായും അവരൊരുമിച്ച് വരുന്നതായിട്ടുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ നാം കേൾക്കുന്നത് പോലെ തന്നെ സൗമ്യയ്ക്ക് അത് സാധ്യമാകുന്നു എന്നുള്ളത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. അതുപോലെ വീട്ടിലെ കുരിശുവര കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ കൊണ്ടുപോകാനുള്ള കൃപ അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ എപ്പോഴും ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മൾ എത്ര തന്നെ തകർച്ചകളിലൂടെ കടന്നുപോയാലും പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും ദൈവം നമ്മോടൊപ്പം സഞ്ചരിക്കും. ദൈവം നമുക്കായി കരുതി വച്ചിട്ടുള്ള ആ കരുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കൃപകളുടെയും അഭിഷേകം നമുക്ക് നൽകുന്നു എന്നുകൂടി ഈ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസ്തരായി മുന്നേറുമ്പോൾ
നമുക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാനുള്ള കൃപ കൂടി പരിശുദ്ധാമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥത്തിലൂടെ നൽകുന്നുണ്ട്. സൗമ്യയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.